ആരുമില്ലേ? കേശുവേ, കേശു, കേശു ആരുമില്ലേ? ജയന്തരങ്ങളെ ആ ഇവിടെ ഉണ്ടായിരുന്ന കേശവൻ ഇവിടെ ഇല്ല, പുറത്തോട്ട് പോയി. ഓ രമാന്റെ എവിടെ? രമാന്റെ അവിടെ ഉണ്ട്. നിങ്ങളൊക്കെ എന്താ അങ്ങോട്ട് വരാത്ത? ഭയങ്കര തിരക്കല്ലേ ഞങ്ങള്? തിരക്കാ? നിനക്കെന്തോന്ന് തിരക്കടി? പണ്ടത്തെ പോലെ അല്ല, ഇപ്പൊ ലോഡ് കണക്കിന് പഠിക്കാനുണ്ട്. ചിറ്റപ്പനത് അറിഞ്ഞൂടല്ലോ. അയ്യോ, ചിറ്റപ്പൻ അറിയൂടെ മക്കളെ. ചിറ്റപ്പന്റെ അവിടെ പഠിക്കണ ആരും ഇല്ലല്ലോ. ഇവിടെയുള്ളവരൊക്കെ എവിടെ പോയി? കനകാന്റി, ആ കനക ഇവിടെ ഉണ്ടാ? കനകാന്റി വാങ്ങോ, പാറ ആര് വെന്തെന്ന്. എന്തോന്ന് ഭാഷ മക്കളെ ഇത്? അത് അങ്ങനല്ല പറയണ്ടേ. കനകാന്റി വാങ്ങോ വന്ന് പാര് യാര് വന്നിരിക്കാങ്കേന്ന്. ആഹാ, ചിറ്റപ്പന് തമിഴൊക്കെ അറിയോ? പിന്നല്ലാതെ. നമ്മൾ താമസിക്കുന്ന എവിടെ? കേരള തമിഴ്നാട് ബോർഡറല്ലേ, നെയ്യാറ്റിൻകരയില്ലേ. അതുപോലെ നമ്മളെ ബന്ധുക്കളൊക്കെ എവിടെ കിടക്കണേ? തമിഴ്നാട്ടിലല്ലേ കൂടുതലും. ഹായ് ജയന്തണ്ണാ. കനകം സുഖമാണോ? സൗഖ്യമാ ഇരിക്കേ. അമ്മ ഓ മോനെ, രമയൊക്കെ സുഖമായിട്ടിരിക്കുന്നോ? പണ്ടത്തെ പോലെ അല്ലല്ലോ ഇപ്പൊ. ഇപ്പൊ ഭയങ്കര സുഖമല്ലേ? പണ്ടെന്തായിരുന്നു കുഴപ്പം? പണ്ട് ഇവര് തമ്മിൽ ഭയങ്കര അടിയല്ലായിരുന്നോ? സുരേന്ദ്ര അണ്ണா, ഓ, நீங்க எங்க போனீங்க? ഞാൻ ചുമ്മാ ജംഗ്ഷൻ വരെ പോയത്. ജംഗ്ഷൻ പോയി ഒരു ചായ കുടിച്ചിട്ട് തിരിച്ചിങ്ങോട്ട് നടക്കണ വഴിക്ക് തന്നെ സുരേന്ദ്രനോ എന്നൊരു വിളി. നോക്കിയപ്പോ ആര്? താ നിൽക്കുന്ന ആള്. പിന്നെ ഞാൻ പുള്ളിയെ കൂട്ടിക്കൊണ്ടിഞ്ഞു പോന്നു. ഞാൻ എൻ്റെ ഒരു സഹപ്രവർത്തനം കാണാൻ വേണ്ടി വന്ന. അപ്പൊ സുരേന്ദ്രൻ കണ്ടങ്ങനെ വന്ന. എന്തി അവരൊക്കെ എന്തി? ഗൗരിയും ലച്ചുവൊക്കെ എന്തി? ഗൗരവമായി ആലുവയിൽ പോയി. ലച്ചു ചേച്ചി വയ്യാതെ കിടക്കുന്നു. ലച്ചുവിന് എന്ത് പറ്റി? லெச்சுக்கு ரொம்ப ஜுரம், தலைவலி, காய்ச்சல், வயிற்று வலியா படுத்துட்டு இருக்கா. ആഹാ, അതാണ് ഞാൻ രാവിലെ ഇറങ്ങി പോയപ്പോൾ നനഞ്ഞ കോഴിയെ പോലെ ഇവിടെ ഇരിക്കുന്നുണ്ടത്. കുഴപ്പമില്ല, കുറച്ച് നേരം കിടക്കട്ട്, റെസ്റ്റ് എടുക്കുമ്പോൾ മാറിക്കോളും. ഇതങ്ങനെ നിസ്സാരമായിട്ട് വിടരുത്. വളരെ കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. എവിടെയാ അവൾ എവിടെ കിടക്കണേ? അതുകൊണ്ട് ആ റൂമില്. ആ ഒന്ന് നോക്കാം. ബാ വന്നേ. ലച്ചു, ലച്ചു മോളെ, ലച്ചു മക്കളെ, ലച്ചുവേ, ലക്ഷ്യ മോളെ എഴുന്നേക്കടേ. லெச்சு, கதவு துறா. ലച്ചുവേ, മോളെ ലച്ചു, ഇടി കഥ തുറക്ക്. മക്കളെ തുറക്കും മോനെ. ആമി വിളിച്ചിട്ട് വിളി പോലും കേൾക്കുന്നില്ലല്ലോ. അത്രയ്ക്ക് വയ്യാതെ കിടക്കണ? അവളെന്തെങ്കിലും കഴിച്ചായിരുന്നോ? இல்ல, ஒண்ணுமே சாப்பிடல. രാവിലെ ചായ കാപ്പി ഒന്നും കഴിച്ചില്ലേ? ഇന്നലെ മുതൽ അവൾ ഒരു വകയും കഴിക്കുന്നില്ല. ആവുമ്പോ തന്നെ അവൾ ഒരു വക കഴിക്കാറില്ല. പിന്നെ ഇപ്പോഴത്തെ കാര്യം പറയണോ? ഡയറ്റ് ആണെന്ന് തോന്നുന്നത്. ഡയറ്റാ? അവളെന്തിനാ ഡയറ്റ് ചെയ്യണത്? അത് ഈ ഭക്ഷണം കഴിക്കാതിരുന്നുണ്ടല്ലോ, ഇമ്മ്യൂണിറ്റി പവർ കുറയും. ഇമ്മ്യൂണിറ്റി പവർ കുറഞ്ഞാൽ ബോഡി മൊത്തം കുഴപ്പവും. ആണല്ലേ? ഇപ്പൊ ഇമ്മ്യൂണിറ്റി പവർ പോലും കുറഞ്ഞു കിടക്കാണ്. മോളെ, മോളെ, ലച്ചു, 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 ഒന്ന് തുറക്കടാ. എന്തോന്ന് ചിറ്റപ്പ? ഇതെന്താ ചെണ്ടയാ കിടന്ന് കൊട്ടാൻ? എന്റെ ചിറ്റപ്പ ഒന്നാമത് തലവേദന എടുത്ത് തല പൊട്ടിയിരിക്കുവാണ് എന്റെ. தலைவலி ஜாஸ்தியா இருக்கா? அம்மா, லெச்சுக்கு தலைவலி ஜாஸ்தின்னு. അപ്പൊ ചുമ മാറിയാ? മോളെ പനിയുണ്ടാ? ഏയ്, തൊണ്ടവേനുണ്ടാ? തൊണ്ടവേനുണ്ടെങ്കിൽ ആശുപത്രി പോകണം കേട്ടാ. അവസാനം അത് വച്ചോണ്ടിരിക്കരുത്. പിന്നെ പനിയായിട്ടും ജലദോഷമായിട്ടൊക്കെ മാറും അത്. ഇത് കണ്ടിട്ട് സാധാരണ പനിയാന്നാ തോന്നുന്നത്. ഇത് അങ്ങനെ പറയാൻ പറ്റില്ല. നമ്മൾ കൃത്യമായിട്ട് രോഗനിർണയം നടത്തണം. അതിനാദ്യം ഒരു ഫിസിഷ്യനെ കാണണം. എന്നിട്ട് രക്തവും കഫവും മലവും മൂത്രവും ഒക്കെ പരിശോധിച്ചിട്ട് നമുക്കൊരു തീരുമാനത്തിലേക്ക് എത്താം. അത് ശരിയാണ്. ആദ്യം ആശുപത്രി പോയി ഒരു ട്രിപ്പ് എടുക്കാം. അപ്പോഴേ ക്ഷീണം അങ്ങ് മാറും. അതുപോലെ മക്കൾ ഈ കഫക്കെട്ടൊന്ന് വെച്ചോണ്ടിരുന്നുകൂടാ. കഴിഞ്ഞ മാസം എനിക്കൊരു കഫക്കെട്ട് വന്നു. ഒരു ചുമ തുടങ്ങി ചുമച്ചെൻ്റെ ഊപ്പാട് വന്നു. സത്യം. അതുമല്ല, ഇത് ഇങ്ങനെ വെച്ചോണ്ടിരുന്ന വേറെ ഏതെങ്കിലും രോഗത്തിൽ കൊണ്ടുവിടും. അതാണ് പറഞ്ഞത്. ഈ ചുമ കൂടി അത് ഇൻഫെക്ഷൻ ആകും, പിന്നെ ന്യൂമോണിയ ആകും. കഴിഞ്ഞ ആഴ്ച എൻ്റെ ഒരു കൂട്ടുകാരൻ ഇതുപോലെ വന്നിട്ട് എന്റെ കുഞ്ഞ് ചുമക്കുന്നു. ഇതേ കഫം പുറത്തേക്ക് പറഞ്ഞു പോരാത്ത ചുമ. ഇത് ഡേഞ്ചറാണിത്, നോക്കണം. എന്റെ കുഞ്ഞിനെ ആശുപത്രി കൊണ്ടുപോ. அம்மா, நான் கூட்டிட்டு போறேன் ஹாஸ்பிடலுக்கு. 2 ഇഞ്ചക്ഷൻ വെച്ചാൽ കാര്യം സെറ്റ് ആവും. മക്കളെ വേഗം റെഡി ആവും, നമുക്ക് ആശുപത്രി പോകാം. லெச்சு வா, ஹாஸ்பிடல்ல போலாம். வா வா வா. ഇറങ്ങി വണ്ടി വിളിക്കാം. ഒന്ന് നിർത്തോ. ഒരു അരമണിക്കൂർ എന്നെ ഒന്ന് ഉറങ്ങാൻ വിട് പ്ലീസ്. അത് കഴിയുമ്പോ തീരുമാനിക്കാം ആശുപത്രി പോണോന്നോ വേണ്ടോന്നൊക്കെ. சொல்லுங்க, ஹாஸ்பிடல்ல கூட்டிட்டு போலாமே. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.